കുരുവരും തട്ടിയാൽ ചുറി വരും. 2025 എന്റെ ബെസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. വാങ്ങിച്ചോ എന്റെ 2 പമ്പ് മതി. എന്റെ മുടി ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ കുളിക്കാത്ത ദിവസം കൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2025 അവസാനിച്ചിരിക്കുകയാണ്. 2026 തുടക്കത്തില് 2025 എന്റെ ബെസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ, മേക്കപ്പ്, ഹെയർ കെയർ കുറച്ച് പ്രോഡക്ട്സ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാ വർഷവും ചെയ്യണതാണ്. സോ അതിനോടും ഒരു മുടക്കവും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ അത്യാവശ്യം കുറച്ച് പ്രോഡക്ട്സ് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് വൈറൽ പ്രോഡക്ട്സ് ഉണ്ട്, കുറച്ച് വൈറൽ ആവാത്ത അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഞാൻ ഈ വർഷം സാധാരണ ഞാൻ ഒരു വർഷത്തിൽ ഇഷ്ടം പോലെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങാറുണ്ട്. എനിക്ക് കയ്യും കണക്കില്ല ഞാൻ ലിപ്സ്റ്റിക്കുകൾ വാങ്ങാറുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണ് എൻ്റെ ഇഷ്യൂ എന്നുള്ളത്. ലൈക്ക് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങും. എൻ്റെ ആ വിഷമം ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാണ് മാറ്റണം. അപ്പൊ എൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ലിപ്സ്റ്റിക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ 2024, 2025 ഹാഫ് വരെ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ല. പക്ഷെ 2025 തുടക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് എൻ്റെ ലിപ്സ്റ്റിക് വാങ്ങിക്കൊക്കെ ഭയങ്കര കുറഞ്ഞു. അതായത് എന്തോ പറയാം, എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പറഞ്ഞത്. അതായത് ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ കുറെ വാങ്ങിച്ച് കൂട്ടുന്ന സംഭവം കുറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് യെസ്, അതിൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പൊ ഈ 2025 ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്, അതായത് ഞാൻ ഒരു 50 ലിപ്സ്റ്റിക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് ഒട്ടും വാങ്ങിച്ചിട്ടില്ല എന്നല്ല, ഇപ്രാവശ്യം അത് 10-നകത്ത് കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു 5-നകത്തായി അങ്ങനെ വിചാരിച്ചാൽ മതി. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 4 ലിപ്സ്റ്റിക് ഉണ്ട്. കുറച്ച് ലിപ്സ്റ്റിക്കും 4 എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ഞാൻ ഓൾറെഡി 2024 വാങ്ങിച്ച് യൂസ് ചെയ്യണം. എൻഡിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഇത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് റോസ്റ്റഡ് ബ്രൗൺ 03 റോസ്റ്റഡ് ബ്രൗൺ ആണ്. ഇത് എൻ്റെ 2ാമത്തെയാണ്. 1ാമത്തെ തീർന്നു. അതായത് എൻ്റെ ഈ വർഷത്തെ 2ാമത്തെ. നല്ല മണമാണ് ആൻഡ് ഇതിനൊരു നല്ല ബ്രൗൺ ഷെയ്ഡാണ്. നല്ല രീതിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. എല്ലാ സ്കിൻ ടോണിനും ചേരും. അത്ര ഭയങ്കര അടിപൊളിയാണ്. ഡീപ്പർ ടോണുകാർക്കും ചേരും. നിങ്ങളൊരു നല്ല ലിപ് ലൈനർ ചെയ്താൽ സീരിയസ്ലി നിങ്ങളുടെ സ്കിൻ ടോണിനെ ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഇവിടെ ഒന്ന് കുനിഞ്ഞ് എൻ്റെ തല ഒന്ന് ഇടിച്ച് പൊട്ടിയ സമയത്ത് എനിക്ക് ലിപ്സ്റ്റിക്ക് ആശുപത്രി പോയില്ല. അപ്പൊ എനിക്ക് ഒട്ടും എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ രക്തപ്പൊക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും എനിക്ക് ലിപ്സ്റ്റിക്കാണ് ഞാൻ ചാടിക്കരട്ട ലിപ്സ്റ്റിക് ഇതാണ്. കാരണം ഞാൻ ഉറക്കം എനിക്ക് വന്നതേ ഉള്ളൂ. പല്ലിച്ചുള്ളൂ. മുഖം പോലും ഒന്നും കഴിയില്ല. മുഖം വെള്ളം വെച്ച് കഴിവില്ല. ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല. പക്ഷെ എൻ്റെ ആ ഒരു ലുക്കിന് ഡോക്ടറിന്റെ അടുത്ത് പോയി കരഞ്ഞ അത്ര ഇടിച്ച് പൊട്ടി എന്ന് പറഞ്ഞ സമയത്ത് സീരിയസ്ലി എൻ്റെ ഈ ലിപ്സ്റ്റിക്കാണ് എന്നെ കാത്തത്. സാറ്റിൻ കംഫർട്ട് ലിപ്സ്റ്റിക് ആണ്. 03 റോസ്റ്റഡ് ബ്രൗൺ ആണ്. ഓഹ് മൈ ഗോഡ് ഗൈസ്, ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഷീഗ്ലാമിന്റെ ഒരു ടിന്റ് ആണ്. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഈ ടിന്റ് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ ഇത് വന്ന സമയത്ത് ഒരുമാതിരി വെള്ള കളറായിരുന്നു ചുണ്ടിയിടുമ്പോ. അപ്പൊ ഞാൻ ഇട്ടപ്പോ എന്റെ തമ്പുരാനി, ഞാൻ വാങ്ങിച്ചത് വീണ്ടും പാളിയല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്റെ ചുണ്ടിൽ ഈ കളർ വേണ്ട ഈ സാധനം കിട്ടുവാൻ ഗൈസ് എത്ര ഉമ്മ വെച്ചാലും എത്ര ബഹളം വെച്ചാലും ദ കളർ ഈസ് പോകാൻ വേണ്ടിയിട്ട് പോകില്ല. ബിക്കോസ് ഇന്ന് ഈ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിന്റെ മണ്ടിയിൽ വേറൊരു കളർ മനസ്സിലായ വരൂല. അതായത് ഈ കളർ പോയാലേ നമുക്ക് വേറൊരു കളർ ഇട്ട് ഒറിജിനൽ കളർ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം ഇതിനുണ്ട്. സോ ഇതാണ് എൻ്റെ 2ാമത്തെ ഷീഗ്ലാമിന്റെ ഗുഡ് ഹാബിറ്റ്സ്. പിന്നെ ഞാൻ ഒരു സംഭവം പറഞ്ഞു, നിങ്ങൾ ടിര എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാക്സിമം വാങ്ങാൻ നോക്കുക. കാരണം ആ ലൈക്ക് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ആപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നിങ്ങൾ വാങ്ങുന്ന ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ ഒരുപാട് തവണ വാങ്ങിച്ചിട്ട് സ്റ്റിൽ നൗ ഞാൻ ഇന്നാള് 2500 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 700 രൂപ കുറഞ്ഞു കിട്ടി. വിശ്വസിക്കൂല, 700 രൂപ സീരിയസ്ലി. അപ്പൊ ഞാൻ കൂടെ അമ്മേരെയും മാളുന്റെയും ഒക്കെ പോലെ ഓരോ അക്കൗണ്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ബൾക്കായിട്ട് അതിൽ നിന്ന് വാങ്ങുമ്പോൾ 600 രൂപ 700 രൂപ, ചില സമയത്ത് 2000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ 1000 രൂപ ഓഫർ ഇട്ടിരുന്നു. ലൈക്ക് കുറയുമായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടിര ഇസ് ബെസ്റ്റ് ഫോർ
വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് കിറോയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. കിറോ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഷെയ്ഡ് വന്നിട്ട് റിച്ച് നട്ട്മഗ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓ ഗൈസ്, ഭയങ്കര വർത്താണ്, ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്, അടിപൊളിയാണ്, ഭയങ്കര സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. സോ ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ എന്താ പറയാ, ഒരു കാലത്ത് എനിക്ക് എക്സ്പെൻസീവ് ലിപ്സ്റ്റിക്, അതായത് മാക്, ഷാർലറ്റ് ടിൽബറി, അതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കതോടെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചിന്താഗതിയിലും മാറ്റമുണ്ട്. മേ ബി മുതുക്കടിക്കണോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഈ സെയിം ഷെയ്ഡിലെ കളർ തന്നെ ഞാൻ എക്സ്പെൻസീവ് ലിപ്സ്റ്റിക് വാങ്ങും, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ചുണ്ടിൽ നിൽക്കുള്ളായിരിക്കും. പക്ഷെ ആരെയും മുമ്പിൽ ബ്രാൻഡാണ് ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ 10 വരെ മുമ്പിൽ ഷാർലറ്റ് ടിൽബറി എടുത്തു വെച്ച് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി പട്ടിഷ എനിക്കില്ല. പട്ടിഷ ഞാൻ കാണിക്കും, നഖമൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും അല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ഇല്ല എൻ്റെ ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം എനിക്കില്ല. കാരണം ഞാൻ ഒരിക്കലും ആരും അങ്ങനെ പുച്ഛിക്കാൻ നിൽക്കില്ല. കാരണം അവരിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ആക്കാൻ പാടില്ല. പക്ഷെ ഞാൻ എൻ്റെ സെയിം ഷെയ്ഡിലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പ്രാവശ്യം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണം എന്ത് മാറ്റം എനിക്കത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം. കാരണം എനിക്ക് പേഴ്സണലി റിയലൈസ് ചെയ്ത കാര്യമാണ്. ലൈക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഞാനപ്പം എനിക്കിതൊക്കെ ഭയങ്കര മാറ്റമാണ്. എനിക്കത് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും എനിക്കില്ലാത്ത മാറ്റം എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പം മാറ്റങ്ങൾ നല്ലതിനാണെന്ന് ഞാൻ സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് മാഴ്സിന്റെ ഒരു ലിപ് ടിന്റ് ആണ്. 2 ഹേർട്സ് വെൽവെറ്റ് ലിപ് ടിന്റ്. ഷെയ്ഡ് വന്നിട്ട് 2 ഹേർട്സ് ആണ്. ഇത് നിങ്ങൾ കുറച്ചെടുക്കുക, ചുണ്ടിൽ ഇങ്ങനെ ആക്കുക മതി. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ബാം എന്തോടെ ഇട്ട് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഒരുപാട് ലിപ് ടിൻ്റൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാതെ, ലൈക്ക് ഞാൻ ചെറിയ ലിപ് ടിന്റ് മാത്രം കൊറിയൻസിനെ പോലെ എന്നൊക്കെ പറയണവർക്കാണെന്നുണ്ടെങ്കിൽ മാഴ്സിൻ്റെത് ഇത് ഏകദേശം തീരാറായ ഒരു സാധനമാണ്. യെസ്, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കാരണം ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം 2025 ഫുള്ള് മിക്കത് ഈ പ്രോഡക്ട്സുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മേക്കപ്പിലോട്ട് പോവാണ്. എഗെയിൻ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അങ്ങനെ ഐ ഷാഡോ ഫാൻ ഒന്നുമല്ല. ഞാൻ ഒരുപാട് ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ എന്താ പെട്ടെന്ന് പറഞ്ഞോണെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ജെല്ലി ഐ ഷാഡോ ഗ്ലോ സ്റ്റിക്ക് ആണ്. ആൻഡ് ഗൈസ് ദ ഷെയ്ഡ് വന്നിട്ട് 01 ആൻഡ് 04 സ്റ്റാർ ഷവർ ആൻഡ് മൂൺ ഡ്രിപ്പാണ്. ഞാൻ ഇപ്പം എൻ്റെ കണ്ണിന്റെ മുകളിൽ ഇതാണ് ഇട്ടേക്കണത്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കണത്. സീരിയസ്ലി നിങ്ങൾ ഒരു ചെറിയ ഒരു കല്യാണത്തിന് പോകണം, നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു പാർട്ടി ഉണ്ട്, നിങ്ങൾക്ക് ഐ ഷാഡോ ഇടാൻ അറിഞ്ഞൂടെ? വേണ്ട. നിങ്ങൾക്ക് ലൈക്ക് ഐസ് കോണ്ടോർ ചെയ്തിട്ട് അങ്ങനെ പലതൊന്നും ചേർന്നൂടെ? വേണ്ട. നിങ്ങൾക്ക് ഇതെടുക്കുക, 2 അടി അടിക്കുക. 1 രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള സാധനമാണ്. സോ ഗൈസ്, ഇത് നിങ്ങൾ മസ്റ്റ് ആണ്, നിങ്ങൾ വാങ്ങണം. എനിക്ക് അത്ര ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, നിങ്ങൾ വാങ്ങണം, ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാട് മസ്കാരേസ് ഒന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ച മസ്കാര ഒരു മസ്കാരയാണ് ഷീ ഗ്ലാമിന്റെ മസ്കാര. ഐ തിങ്ക് ഞാൻ ഈ വർഷം 2 മസ്കാര വാങ്ങിച്ചിട്ടുള്ളൂ. യെസ്, 2 അല്ല 3 അല്ല 2. ഇതും എസൻസ്. ഓക്കെ, 2 മസ്കാര ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. എസൻസ് ഇതുവരെ യൂസ് ചെയ്തില്ല. അത് റീസെന്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, ഷീ ഗ്ലാമിന്റെ മസ്കാര. ആൻഡ് ഇത് നിങ്ങൾക്ക് ഹുഡാ ബ്യൂട്ടിയുടെ ആയിരിക്കും ഡബിൾ സൈഡ് വരുന്നത്. ഒന്ന് വോളിയോ, ഒന്ന് ലെങ്തും തരില്ല. ആ സെയിം സാധനമാണ്. ഇത് വോളിയോയും തരും. ആൻഡ് ഗൈസ്, ഇത് നല്ല ലെങ്തും തരുന്ന ഒരു സാധനമാണ്. ഞാൻ സീരിയസ്ലി പറയുന്നു, മസ്റ്റ് ആണ്. ആൻഡ് ഷീ ഗ്ലാം ടിരയിൽ അവൈലബിൾ ആണ്. ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഭയങ്കര വർത്താണ് ഈ ഒരു മസ്കാര എന്ന് പറയുന്നത്. ആൻഡ് വാട്ടർ പ്രൂഫ് അല്ല. പക്ഷെ ഇത് ഇട്ടുകൊണ്ട് ഞാൻ കരഞ്ഞാന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ്, ഞാൻ കരഞ്ഞില്ല. ഇത് ഇട്ടുകൊണ്ട് ഞാൻ കരഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ കരഞ്ഞായിരുന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ നിന്നൊന്നും പോയിട്ടില്ല. യെസ്, ഓക്കെ, നൈസ് പ്രോഡക്റ്റ് ആണ്. അപ്പം മേക്കപ്പ് യെസ് ഒരുവിധ സെറ്റാണ്. ആൻഡ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് കൺസിലർ ഡെയിലി ഇടാൻ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ സ്കിൻ ടിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടിൻഡർ സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ ഫേവറേറ്റ് ആണ്. ഒന്ന് ഇസ്ഡിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആലിയ ഭട്ട് വൈറലാക്കിയ ഒരു ഇസ്ഡിന്റെ ഒരു വാട്ടർ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട്. അതിന്റെ ടിൻഡഡ് വേർഷൻ ആണ്. സോ ഗൈസ്, എന്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ആണ്. ഞാൻ വല്ല ലൈറ്റ് എടുത്തത് ഞാൻ ഇതായിപ്പോയി. മീഡിയം ആണ് ഷെയ്ഡ് വന്നിട്ട്. സോ ഇത് ഭയങ്കര വർത്താണ്. 1 രൂപയ്ക്കും വർത്തായിട്ടുള്ള സൺസ്ക്രീൻ ആണ്. പക്ഷേ 2000 സംതിങ് ഉണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ വല്ലപ്പോഴേക്കും പുറത്തുള്ള അന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടിൻഡർ സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല പ്രൊട്ടക്ഷനും കിട്ടും, അടിപൊളിയാണ്. അത്യാവശ്യം നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യും. സോ നെക്സ്റ്റ് സാധനമാണ്, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. സോ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഭയങ്കര വർത്താണ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞ സൺസ്ക്രീൻ ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീൻ ആണ്. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ഇത് ടിൻഡഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. നിങ്ങളുടെ
പോഴ്സ് ഒക്കെ ഒരുവിധം ബ്ലർ ആക്കും, നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കും. എന്റെ SPF 50 നയാസിനമൈഡ് വരുന്നുണ്ട്. സോ എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. മീനാക്ഷിയുടെ എന്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ റീസെന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കമന്റ് ബോക്സ് കണ്ടുകൊണ്ട് ഓ മീനാക്ഷി ചേച്ചി മാറി, മീനാക്ഷി ചേച്ചി ഒരുങ്ങി നടക്കുന്നില്ല, മീനാക്ഷി ചേച്ചി ഞാൻ പറഞ്ഞു മീനാക്ഷി നീ സൺസ്ക്രീൻ ഇട്. എന്റെ ബെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയല്ല ഗൈസ്, അവള് ദിവസവും 1 മണിക്കൂറെങ്കിലും കൊട്ടം വെയിലത്ത് നിന്ന് വെയിൽ കൊള്ളും. ഇൻ കേസ് ഞാൻ കൊട കൊണ്ടുപോയാലും, പണ്ടൊക്കെ കൊട കൊണ്ടുപോയാലും അവള് കൊടയിൽ നിറങ്ങിയേ നടക്കുള്ളൂ. കാരണം അവൾക്ക് അതാണ് ഇഷ്ടം, അവൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അവൾ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യണം, ചില സമയത്ത് അവൾ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെയൊക്കെ വരണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നും നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അവൾക്ക് ഞാൻ ഇത് ഫോക്സ്റ്റൈലിനെ വാങ്ങിച്ചു കൊടുക്കണം. അവളെ ഫേവറേറ്റ് ആണ്. ഇപ്പൊ ഇത് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് 03 കാരമൽ ആണ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ്. സോ ഇത് നൈസ് ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് എന്റെ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ആണ്, നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണ്, ഈ ഫോക്സ്റ്റൈലൊക്കെ നമുക്ക് ഭയങ്കര ഓവർ ഗ്ലോ തരാതെ ഒരു നാച്ചുറൽ ഗ്ലോ തരെയാണ് ചെയ്യണത്. ഇപ്പൊ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഒട്ടും വേണം, നിങ്ങൾ മറ്റേ ബജ്ജ് കണക്കാണ് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോളാർ സേഫ് എന്ന ബ്രാൻഡിന്റെ ടിൻഡർ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. SPF 50 വരുന്ന PA++ വരുന്ന ഒരു ഐവറിയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. 2 ഷെയ്ഡ്സ് ആണ് അവർക്ക് വരുന്നത്. ഈ ഐവറി ഷെയ്ഡ് തന്നെ നമുക്ക് മീഡിയം സ്കിൻ ടോൺ വരെ പോവാം. ആൻഡ് അല്ലാതെ വേറെ ഒരെണ്ണങ്ങളുണ്ട്, അതും നമുക്ക് മീഡിയം ടു ഡാർക്കറിലോട്ട് പോവാം. സോ നമുക്ക് ലൈക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഐവറി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എടുത്ത് പണ്ടാണ് ഒരിക്കലും അങ്ങനെ ഇല്ല. സോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ ലൈക്ക് ഇത് കിട്ടും, ഒരു കുറച്ചുകൂടെ ഒരു കവറേജ് കിട്ടും. ആൻഡ് പിന്നെ എനിക്ക് പറയാന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇടുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷന്റെ ബേസ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് ഈ സാധനം. സീരിയസ്ലി പറഞ്ഞത് ഭയങ്കര വർത്ത് ആണ്. സംതിങ് 400 സംതിങ് ആണ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ അങ്ങനെ ടോണേഴ്സ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ഫേസ് മിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ അവീന എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തെർമൽ ഫേസ് മിസ്റ്റ് ആണ്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്കിപ്പം കേൾക്കാം, അതായത് തീരാറായി, കുറച്ചേ ഉള്ളൂ. ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതായത് എല്ലാവരും വാങ്ങിച്ചു, അതായത് വരും ആൾക്കാർ വാങ്ങിച്ചോണ്ടു, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കിത് കിട്ടാനേ ഇല്ലായിരുന്നു. ആ സമയത്താണ് യൂറിയേജ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഈ ഒരു തെർമൽ ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഇത് 50 ml റേറ്റ് വന്നിട്ട് ഇതിനേക്കാൾ ഇതാണ് കുറച്ച് റേറ്റ് കൂടുതൽ, ഇത് റേറ്റ് കുറവാണ്. ഇതിന് കുറച്ച് ഉപ്പ് രസം ഉണ്ട്. നമുക്കിങ്ങനെ ചുണ്ടിലൊക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ചുണ്ടൊക്കെ ഇട്ട് ആക്കുമ്പോഴത്തേക്ക് ആ ഒരു ഉപ്പ് രസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഗായ്സ് ഇത് ഭയങ്കര വർത്താണ്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ക്യാൻസൽ ചെയ്തു. കാരണം ഇത് ഞാൻ എത്ര നോക്കിയിട്ട് കിട്ടായില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടാനില്ലാത്ത സാധനം തന്നെ, നമുക്ക് അവൈലബിൾ അല്ലാത്ത സാധനത്തിന്റെ പിറകെ നമ്മൾ പോകാതെ നമ്മൾ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മൾ കൂടി നിൽക്കുന്ന സാധനം നോക്കാം. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു യൂറിയേജിലോട്ട് മാറി. ഞാൻ ഇത് 50 ml ഞാൻ ജസ്റ്റ് ട്രയലിന് വാങ്ങിച്ചാണ്. പക്ഷേ ഗൈസ് ഇത് തീരാറായി. ഇത് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് സ്കിന്നാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ, നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വിയർക്കുമ്പോൾ നിങ്ങൾക്ക് മുഖമൊക്കെ ചുമക്കും, നിങ്ങൾക്ക് ചുമന്നിട്ട് പെട്ടെന്ന് റാഷസ് പോലെ വരും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരും, നിങ്ങൾ ചുമന്ന് തടിക്കാറുണ്ടോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബീഫ് നിങ്ങൾക്ക് ചൊറിയാറുണ്ടോ, അതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു വിധമൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഗൈസ് ഇത് ഭയങ്കര വർത്താണ്. സോ ഈ 2 പ്രോഡക്റ്റ് ബിക്കോസ് ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോണം നിങ്ങൾക്ക് ഒരുപാട് മറ്റേ സീരിയൽ കഥ പോലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, ഞാൻ അങ്ങനെ മേക്കപ്പ് സ്പഞ്ചുകളൊന്നും ഒരുപാട് വാങ്ങാറില്ല. കാരണം ഞാൻ കൂടുതലും ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഗൈസ് ഒരു സ്പഞ്ച് നിങ്ങൾ ഒരു 5-6 ഒക്കെ തവണ യൂസ് ചെയ്താൽ മതി. കാരണം സ്പഞ്ചിൽ നിന്നാണ് കൂടുതൽ ബാക്ടീരിയസ് ഉണ്ടായി നമുക്ക് എന്തോ വരും, ആക്നെയും പിമ്പിൾസും വരും. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് 5-6 തവണ. അപ്പൊ ഞാൻ എപ്പോഴും വാങ്ങുന്ന വെച്ചാൽ ഈ ഷീഗ്ലാമിന്റെ മേക്കപ്പ് സ്പഞ്ചാണ്. ഇത് ഇത്രയും കിട്ടും, ഇത് കണ്ട ഇത്രയും കിട്ടും. അപ്പം ഇത് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്. 1 2 3 4 5 6 എണ്ണം കിട്ടും. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു 2 എണ്ണം ഞാൻ വാങ്ങും. ഇപ്പൊ എനിക്ക് ഒരു വർഷത്തേക്ക് ഇത് തന്നെ ധാരാളമാണ്. ചിലപ്പോൾ 1 എണ്ണേ വാങ്ങുള്ളൂ. ഒരു വർഷത്തേക്ക് ഇത് തന്നെ ധാരാളം. അപ്പൊ ഈ വർഷം ഞാൻ വാങ്ങിച്ചത്, കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് പുറത്ത് കാണിക്കാൻ കൊള്ളൂല, അമ്മ ഇത് പിഞ്ച് പടലെടുത്താണ് ഞാൻ കളഞ്ഞത്. സോ ഇത് നൈസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ ലൈക്ക് എൻ്റെ അടുത്ത് റീസെന്റ് ആയിട്ട് ഞാൻ കമന്റ് ബോക്സിൽ കണ്ടതാണ്, ചേച്ചി ഈ ഒരു പ്രോഡക്റ്റ് എന്തോന്ന് റിവ്യൂ ചെയ്യുമെന്നുള്ളത്. ഇത് സെലിമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ റെറ്റിനോൾ ഷോർട്ട് ടൈറ്റനിങ് ബൂസ്റ്റർ ആണ്. 0.1% റെറ്റിനോളും പാന്തനോളും 1% വരുന്ന ഒരു സാധനം. ആൻഡ് ഗൈസ് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഇത്ര യൂസ് ചെയ്തു. ആൻഡ് അഗെയിൻ ഞാൻ സെക്കൻഡ് പ്രോഡക്റ്റ് വാങ്ങിച്ചു. സോ അത്ര വർത്ത് ആണ്. കാരണം എനിക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേർജിങ്ങിനെക്കാളും നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ സെൽ ടേൺ ഓവർ കാരണം നമുക്ക് പേർജിങ് ഉണ്ടാവാറുണ്ട്. അതായത് അകത്ത് സ്കിന്നിന് അടി കിടക്കുന്ന കൊമിഡോൺസ് ഉണ്ടല്ലോ, അത് ഇത് ഇടണേന്റെ അന്ന് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇത് പുറത്തു വരും. അപ്പൊ ആൾക്കാർക്ക് അയ്യോ ആക്നെ
ഇത്രയും ദിവസം സ്കിന്ന് നന്നായിട്ടിരുന്നു, ഇന്ന് ആക്നെ വന്ന് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തെ സ്കിൻ ഇതിന് ശീലമായിട്ട് നമുക്ക് നല്ലതാണ്. സോ ഇതിനകത്ത് പെപ്റ്റൈഡ്സ് ഒക്കെ വരണോണ്ട് തന്നെ ഇത് ബെസ്റ്റ് സാധനമാണ്. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പല ടൈപ്പ് റെറ്റിനോൾ ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ട്, സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട്, പല സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അമ്മാതിരി പ്രോഡക്റ്റാണ്. ഭയങ്കര എന്താ പറയുക, ഹോളി ഗ്രെയിൽ എന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം ഇത് യൂസ് ചെയ്തു ഞാൻ എഗെയിൻ ഒരു ട്യൂബ് കൂടെ വാങ്ങിച്ചു. ഭയങ്കര വേർത്താണ്. പിന്നെ നമ്മൾ റീല് കാണുമ്പോൾ കണക്കിന് മൊട്ട് പോലെ ഒന്നും കുത്തി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിലെടുത്ത് ഇങ്ങനെ. കാരണം ഞാൻ സ്കിൻ സൈക്ലിംഗ് ചെയ്യണ ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ആഴ്ച 2 ദിവസം ഞാൻ റെറ്റിനോൾ ഇടാറുണ്ട്. ഓരോ രൂപയ്ക്കും വേർത്തായിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഗൈസ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇത് ഭയങ്കര വേർത്താണ്. സീരിയസ്ലി പറയാനുള്ള, ഇതിട്ട് എനിക്ക് ആക്നേസോ ബംസോ ഒന്നും വന്നില്ല. നൈസ് പ്രോഡക്റ്റ് ആണ്. എൻ്റെ കൊമിഡോൺസ് ഒക്കെ റിമൂവ് ചെയ്തതേ ഉള്ളൂ. സോ മസ്റ്റ് ട്രൈ ഇത്. റെറ്റിനോൾ ഇട്ട് നമ്മളിപ്പോൾ റെറ്റിനോൾ ഇടുമല്ലോ, റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോൾ ഇടുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, നമ്മുടെ സെറാമൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. സോ അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ ബ്രാൻഡിന്റെ ഓട്ടോ ബാരിയർ ക്രീമാണ്. ഓട്ടോ ബാരിയർ 365 ക്രീം 3 ട്യൂബ് ഞാൻ യൂസ് ചെയ്തു. ലൈക്ക് ഇത് തീർന്നു ഇപ്പൊ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് ഇത് രണ്ടും എനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടി. ഇത് 45 ml ആണെങ്കിൽ ഇത് രണ്ടും 30 ml എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. എനിക്ക് ഭയങ്കര ബോത്തായിട്ട് തോന്നി. ഇപ്പൊ റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. എടുത്തിട്ട് നന്നായിട്ട്, കാരണം സെറാമൈഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈക്ക് ഡ്രൈ ആവാതിരിക്കുള്ളൂ, നമുക്ക് ബാക്കിയുള്ള സ്കിൻ ബാരിയറും പ്രൊട്ടക്റ്റ് ആവുള്ളൂ. സോ ഇത് ഭയങ്കര വർത്താണ്. ആൻഡ് ഇത് ഗൈസ് ഞാൻ പറയാം, ഇത് ഞാൻ ജസ്റ്റ് ട്രയലിന് വാങ്ങിച്ചാണ്. അപ്പോഴാണ് ഇത് രണ്ടുകൂടെ കിട്ടിയപ്പോൾ ഇനി ഇത് പൊട്ടിക്കാതെ രണ്ടുകൂടെ യൂസ് ചെയ്ത് തീർത്തു. ആൻഡ് പിന്നെ പറയാം, ഇത് തന്നെ വേണമെന്നില്ല. സെറാമൈഡ് അടങ്ങിയിട്ടുള്ള ബയോഡെർമയുടെ ഒരു ഓട്ടോഡേം ക്രീം ഉണ്ട്, അത് തന്നെ ധാരാളമാണ്. ബയോഡെർമയുടെ ആയാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ ഇനി ഇത് വാങ്ങാൻ വേണ്ടി പോലെ, കാരണം ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്, എനിക്കൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിനേക്കാളും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു 1400 സംതിങ് ഉണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലത് നമുക്ക് 500-600 രൂപയ്ക്ക് ബയോഡെർമയുടെ പ്രോഡക്റ്റ് കിട്ടും. അതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതായത് ക്യാഷിന്റെ വൈസിൽ ലൈക്ക് ഇത് കുറച്ചുകൂടെ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ റെറ്റിനോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ലാറോ പോഷിയുടെ സിക്ക ബ്ലാസ്റ്റ് ബാം ആണ്, B5+. ആൻഡ് ഗൈസ്, ഇത് സ്കിൻ ബാരിയർ തൊലഞ്ഞ് ഇനി തൊലയാൻ ഒന്നുമില്ല. തൊട്ടാൽ കുരു വരും, തട്ടിയാൽ ചൊറി വരും എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരു ടൈമിൽ എനിക്ക് അങ്ങനെയായിരുന്നു. അത് ഞാൻ സെറാമൈഡ് ഒക്കെ ഇട്ട് ശരിയാക്കി എടുത്തു. പക്ഷെ അങ്ങനെ വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് എക്സീമിയൊക്കെ പോലുള്ള കണ്ടീഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് 15 ml ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് ലാറോ പോഷെ നമ്മുടെ നൈക്കയിൽ ലോഞ്ച് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 15 ml ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. 15 ml ഇതിൻ്റെ റേറ്റ് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ 40 ml 1150 രൂപയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ കേസ് ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഭയങ്കര ഫാസ്റ്റ് റിസൾട്ടാണ്. അതായത് ഇട്ട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ, ചിലപ്പോൾ മേ ബി ഒരു 15 അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡ്നസ് ഒക്കെ ഫേസ് ചെയ്യുന്ന മാറാറുണ്ട്. സോ ഇത് കുറച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മാത്രം. കൂടുതൽ ഒരുപാട് മോയ്സ്ചറൈസർ വാരിയിടണ പോലെ ഇടണ്ട, ബിക്കോസ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ് യു. ഓക്കെ, അപ്പം അതിൻ്റെ ആവശ്യം നമുക്കില്ല. നെക്സ്റ്റ്, അപ്പം നമ്മൾ റെറ്റിനോളിൻ്റെ സെറ്റ് എല്ലാം തീർത്തു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കിൻ സൈക്ലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആഴ്ച 2 ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ്ഫോളിയേഷന് ഞാൻ കൂടുതൽ ചെയ്യാനുള്ള ഒരു പരിപാടി വെച്ചാൽ കെമിക്കൽ പീൽ ചെയ്യാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2 യൂസ് ചെയ്യുന്ന എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടേഴ്സ് ആണിത്. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇത് കോസാറക്സിന്റെ AHA BHA PHA LHA 35 പാന്തനോൾ വരുന്നുണ്ട്, വൈറ്റമിൻ B12 വരുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഈ പരിപാടി, അതായത് ഈ ബ്യൂട്ടി വ്ലോഗ് അല്ലെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് മുതൽ ഞാൻ യൂസ് ചെയ്യാൻ, കാരണം എനിക്ക് PR ഒക്കെ വന്ന മുതലാണ് ഞാൻ കുറേ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യണത്. അപ്പം ആ ടൈം മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് ഡെർമാക്കോയുടെ പീല്, പിലിഗ്രിമിന്റെ പീല്. ഓർഡിനറിന്ന് എനിക്ക് കൊളാബ് കിട്ടിയിട്ടില്ല, ഞാൻ അന്തസ്സായിട്ട് അങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഓർഡിനറിയുടെ പീല്, അങ്ങനെ ഞാൻ പല ബ്രാൻഡ്സിന്റെ പീല് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പല ബ്രാൻഡ്സിന്റെ പീല് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. കാരണം ഗൈസ്, എനിക്കിത് എങ്ങനെ പറഞ്ഞു തന്നെന്ന് അറിഞ്ഞൂടാ. ഇത് നിങ്ങൾ പീലി യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയാം, എനിക്ക് കൊമിഡോൺസ് ഉണ്ട്. എനിക്ക് പീരീഡ്സ് ആവണേൻ്റെ ഒരു 3-4 ദിവസം, 1 വീക്ക് അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പേ എനിക്ക് കൊമിഡോൺസ് വന്നിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടും. പീരീഡ്സ് ആവുന്ന സമയത്ത് സ്കിന്നിനൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കൂടും, എനിക്ക് കൊമിഡോൺസ് വരും. അപ്പം
ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞു കുരുവായിരിക്കും. കുഞ്ഞു കുരു എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അത് പീരിയഡ്സ് ആവുന്ന സമയത്ത് അത് പുറത്ത് വന്ന് വലിയ റെഡിഷ്, നിങ്ങൾക്കുണ്ടോ ഇവിടെ കാണാൻ പറ്റണം, എനിക്ക് ഇത് കണക്കൊക്കെ വന്നേണ് കണ്ട, ഇവിടെയൊക്കെ കുഞ്ഞു കറുത്ത പാടുണ്ട്. അതായത് ഭയങ്കര പെയിനുള്ള ഇൻഫ്ലമേറ്ററി ആക്നെ ആയിട്ട് മാറും. എൻ്റെ പൊന്ന് ഗൈസ്, ആ പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിനാണ്. അതായത് നമുക്ക് ഇങ്ങനെ തൊടാൻ പറ്റാത്തത്. ചിലപ്പം ദൊമക്കനൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു മീഡിയം സൈസിൽ ചില സമയത്ത് മുതുക്കൊക്കെ വരാറുണ്ട്. ഭയങ്കര റെഡ് കളറായിട്ട് നിന്ന് ഭയങ്കര പെയിനാണ്. ആ സമയത്ത് ഞാൻ എത്ര കുരുവിനുള്ള മരുന്നിട്ടാലും ഒന്നും അത് പോകൂല. അപ്പൊ ആ കൊമിഡോൺസിന് എന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ഈ പീല്. അതായത് ഞാനിത് കൊമിഡോൺസ് ഉള്ള സമയത്ത് ഞാനിത് പീൽ ചെയ്യാറുണ്ട്. പിന്നെ പീൽ ദിവസം ചെയ്യരുത്, ആഴ്ചയിൽ നിങ്ങൾക്ക് ഭയങ്കര മറ്റേ ഒരു അങ്ങനെ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് നിങ്ങൾ ബോംസൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഞാൻ മാസത്തിൽ 2 തവണയൊക്കെ ഈ പീല് യൂസ് ചെയ്യേണ്ട ആവശ്യം എനിക്കുള്ളൂ. അപ്പൊ ഇത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ once a week അത്ര ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം എന്റെ കൊമിഡോൺസ് പുറത്ത് വരും, സ്കിന്നിൽ നിന്ന് പുറത്ത് വരും. അതിന്റെ നെക്സ്റ്റ് ഡേ ഇതങ്ങ് കരിഞ്ഞും പോകും. സീരിയസ്ലി ഇതാ എനിക്ക് അത് കണക്ക് എന്റെ പുറത്ത് വന്ന് നിന്ന് കാണാമെന്നുണ്ട്. അത് ഇവിടെ വരണമുണ്ട്, കരിഞ്ഞ് നിപ്പോണ്ട്. നിങ്ങൾ അങ്ങ് പോയാൽ മതി, അതിന്റെ ആണി അങ്ങ് ഇളകി പോയാൽ മതി. സോ ഇതെനിക്ക് ഭയങ്കര ബർത്താണ്. ഇപ്പൊ ഞാൻ ഇതിട്ടപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള കാണിക്കുന്നു. ഞാൻ സീരിയസ്ലി പറയില്ല ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ പീലുകൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നല്ലത് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ വാങ്ങിച്ച് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി പണിയും കിട്ടിയ അവസാനം നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി അയ്യോ പുള്ളി എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെർമാക്കോഡയൊക്കെ യൂസ് ചെയ്യാം. ഡെർമാക്കോഡയൊക്കെ നല്ലതാണ്, ഒക്കെയാണ് നല്ലതാണ്. ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 10ന് 10 ഇത് 10,000 കാരണം അത്ര എനിക്ക് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. സൺടാനൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടി മാറി കിട്ടും. സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് ഇടും. ഞാൻ നിങ്ങൾക്ക് ആ റീൽ എടുത്ത് നോക്കിയാൽ മീനാക്ഷിയുടെ വീഡിയോ എടുത്ത് നോക്കാൻ പറയും. ഞാൻ മീനാക്ഷിയുടെ പീൽ ചെയ്യണത്, അതിൽ മീനാക്ഷിക്ക് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇട്ടാകുമ്പോൾ. നെക്സ്റ്റ് ഡേ ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ആയി ഗ്ലോ ആയിട്ടിരിക്കും. ആൻഡ് ഓൾസോ പീൽ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ ഇടാൻ നോക്കുക. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. 2-3 ദിവസം ടേക്ക് കെയർ. ചൂടുവെള്ളത്തിലൊന്നും കുളിക്കാതിരിക്കുക, ചൂടുവെള്ളത്തിൽ മുഖം കഴുകാതിരിക്കുക, ചൂട് ഒരുപാട് അടിക്കാതിരിക്കാൻ നോക്കുന്നതാണ് മാക്സിമം ചെയ്യാനുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ വേറെ എണ്ണം. ആൻഡ് നെക്സ്റ്റ് പോളാർ സ്ട്രെച്ചിന്റെ 2% BHA എക്സ്ഫോളിയന്റ് ആണ്, സാലിസിലിക് ആസിഡ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്ത് അൺക്ലോഗ് ചെയ്യും. അൺക്ലോഗ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ പോഴ്സ് ശൃംഖല സ്മൂത്ത് ആൻഡ് ഇവൺ സ്കിൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കിൻ സൈക്ലിംഗ് ഉണ്ട്. അതായത് ആഴ്ച 2 ദിവസം എക്സ്ഫോളിയേഷൻ, കെമിക്കൽ എക്സ്ഫോളിയൻസ്. അതായത് ലൈക്ക് ഇങ്ങനത്തെ സാധനം സ്ക്രബ് ഒന്നും ചെയ്യാറില്ല. ഒന്നെങ്കിൽ മാസത്തിൽ 2 തവണ പീൽ യൂസ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടിഷ്യൂ പാഡ്, മറ്റേ കോട്ടൺ പാഡിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം, നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നല്ലൊരു സെറാമൈഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യും. സോ അതിന് ശേഷം കൊടുക്കാനുള്ള ഹൈഡ്രേഷൻ നന്നായിട്ട് കൊടുക്കുക. ആൻഡ് ഇത് സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒരു സാധനമായിട്ട് മിക്സ് ചെയ്യാൻ പോകരുത്. ബെൻസോയിൽ പെറോക്സൈഡ് ആയിട്ടോ റെറ്റിനോൾ ആയിട്ടോ ഒന്നുമായിട്ട് മിക്സ് ചെയ്യാൻ പോകരുത്. ഇത് യൂസ് ചെയ്യണോ ഇത് യൂസ് ചെയ്യാൻ മോയ്സ്ചറൈസർ കിടന്ന് ഉറങ്ങുക. അല്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ആണോ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്നെ വരും, ഗോ ഫോർ ഇറ്റ് ഗൈസ്. ഭയങ്കര ഭാഗത്താണ്, സീരിയസ്ലി പറയാലോ. ഞാൻ ഇത് എത്ര ml, ഈ 30 ml, ഇതാ ഇത്ര സാധനം മതി. ഞാൻ എല്ലാ പ്രോഡക്റ്റിനും ടാഗ് ചെയ്ത് കൊടുത്താക്കാമേ. ഇത്ര സാധനം തന്നെ ധാരാളമാണ്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്, ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ നൈക്കി നോക്കിയിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ലോഞ്ച് ആയില്ല, മിന്ത്രയിലാണ് ലോഞ്ച് ആയത്. കാരണം ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ റീലിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ ആക്നേസ് കൊമിഡോൺസ് ഒക്കെ പമ്പടക്കുമെന്ന്. സോ പാനോക്സിൽ എന്നുള്ള ബ്രാൻഡിന്റെ ആക്നെ ക്രീമി ഫേസ് വാഷ് ആണ് ഫോർ ഫേസ് ആൻഡ് ബോഡിയിൽ യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് 4% ബെൻസോയിൽ പെറോക്സൈഡ് ആക്നെ ട്രീറ്റ്മെന്റ് കൺട്രോൾ ഫേസ് വാഷ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആക്നെ കൺട്രോൾ ചെയ്യും ആൻഡ് ക്ലിയർ ചെയ്യും. ആൻഡ് പുതിയതായിട്ടുള്ള ഫ്യൂച്ചറിൽ വരാൻ പോണ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ചെയ്യും. ആൻഡ് ഗൈസ് അടിപൊളി പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പം നമ്മുടെ ഈ പുറത്ത് വന്ന് കരിഞ്ഞ കുരുകളൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നു, അതൊക്കെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ സ്കിന്ന് ക്ലിയർ ആക്കാൻ ബെസ്റ്റ് അവർ ഫേസ് വാഷ് ആണ്. ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് എക്സ്പെൻസീവ് യൂസ് ചെയ്യാൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിപ്ലയുടെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. പക്ഷെ ഇത് കൊമിഡോൺസ് ഉള്ളവർക്ക് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഫേസ് വാഷ്. ആൻഡ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് വേറെ ഒരു ആക്സുമായിട്ട് കലർക്കാൻ നിൽക്കരുത്. അതായത് ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിവിട്ട്
അടുത്ത ഉടനെ റെറ്റിനോൾ സിറം ആയിട്ടും ചെയ്യരുത്. ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ടോണർ ഒക്കെ ആണെങ്കിൽ ഹൈറോണിക് ആസിഡ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സെറാമൈഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ആക്റ്റീവ്സും നിങ്ങൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സോ ഇത് ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സോ നല്ല ആക്റ്റീവ് പ്രോഡക്റ്റ് സ്കിന്നാണ്. മുഖം നിറച്ച് കുരുവാണ്, ദേഹത്തൊക്കെ ബംസ് ഉണ്ട്, ഇഷ്ടം പോലെ കുരുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു 1 വീക്കിൽ നിങ്ങൾ ആ ചേഞ്ച് നിങ്ങൾ ഇങ്ങനെ വാവ് എന്ന് പറഞ്ഞ് നോക്കും. കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഞാൻ ഈ ഒരു ക്ലാരിസിന്റെ ജെന്റിൽ ഡീപ്പ് ബ്ലാക്ക് ഡീപ്പ് ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറെ വർഷം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, കുറെ വർഷം ഞാൻ യൂസ് ചെയ്ത ബോട്ടിലിന്റെ കൈയും കണക്കുമില്ല. അപ്പൊ എനിക്ക് ചോദിച്ചാൽ ദിവസം യൂസ് ചെയ്ത് ഞാൻ മടുത്ത്. അതായത് നമ്മളിപ്പം ഈ ഫീൽഡല്ലേ, അപ്പൊ നമ്മൾ പുതിയ പ്രോഡക്ട്സുകൾ വാങ്ങണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ഇത് ഏകദേശം എനിക്കൊന്നും ഞാൻ ഒരു 10-12 ബോട്ടിൽ ഇതിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ടിൽ നൗ കുറച്ചതിനകത്തുണ്ട്. അയ്യോ കളഞ്ഞു. ഓക്കെ കേട്ടല്ലോ ഗൈസ്, കുറച്ചിലുണ്ട്. അപ്പം ഞാൻ അതിരിക്കെ തന്നെ ഞാൻ ഈ ഒരു അനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹേർഡ് ലീഫ് പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ മൈൽഡ് ആണ് ഫോർ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്. ഭയങ്കര വർത്താണ് ഗൈസ്, എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മമ്മ മേക്കപ്പ് എല്ലാം എടുത്ത് കളയും, മോൻ കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ണ് ബ്ലർ ആക്കില്ല. മറ്റേതെന്റെ കണ്ണ് ബ്ലർ ആക്കാറുണ്ട്, ഇതെന്റെ കണ്ണൊന്നും ബ്ലർ ആക്കൂല. അത് കുറച്ചു നേരം കണ്ണ് എനിക്ക് ഭയങ്കര മങ്ങലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ കയ്യിലെടുക്കും, ഇങ്ങനെ ആക്കും, എന്നിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മേക്കപ്പ് ഫുള്ള് മാറും. സോ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആണ്. നന്നായിട്ട് അതിന് ശേഷം ഞാനൊരു ഫേസ് വാഷ് ഇട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനൊരു 3-4 മാസം ഞാൻ ഉറങ്ങാതിരുന്ന മാസം, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാതെ, എനിക്ക് ടാബ്ലറ്റ് എടുക്കേണ്ടി, ഉറങ്ങാൻ വേണ്ടി ടാബ്ലറ്റ് എടുക്കേണ്ടി സമയമുണ്ട് ഡോക്ടറെ കണ്ട്. കാരണം എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഒരു ടൈമിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ ഓഫ് കോഴ്സ് ഗൈസ് നമ്മൾ ഉറങ്ങാതിരുന്നാൽ എന്തിനെക്കാളും നമുക്ക് തലയ്ക്ക് പ്രാന്തുടിക്കും. ഓക്കെ, അത് വേറെ. പക്ഷേ നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരും. അപ്പൊ ഡാർക്ക് സർക്കിൾസ് വരണ സമയത്ത് ആ ഉറങ്ങാതിരുന്നത് എൻ്റെ മുഖത്തറിയാതെ, ഡാർക്ക് സർക്കിൾസ് എടുത്തറിയിക്കാതെ ഞാൻ യൂസ് ചെയ്ത ഒരു സാധനമാണ്. കാരണം എൻ്റെ ആ ഡാർക്ക് സർക്കിൾസ് മാറ്റിയ ഒരു സാധനമാണ് ഈ മെൽബോക്കിന്റെ ലൂമിൻ ഐ ഡാർക്ക് സർക്കിൾസ് ആൻഡ് അണ്ടർ ഐ ക്രീം. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഈ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഗൈസ് എൻ്റെ കണ്ണൊരു കുഴിയും ചുറ്റും നല്ല അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തു. വിത്തിൻ 7 to 40 days എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ്. ആൻഡ് ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതെനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾ അണ്ടർ ഐ ക്രീമിന്റെ സമയത്ത് ഒരിക്കലും ഒരുപാട് തേച്ച് ഇങ്ങനെ റബ്ബാൻ ചെയ്ത് വളരെ മൈൽഡായിട്ട് ഡാബ് ചെയ്ത് വളരെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി. ഈ ക്രീ ലൈനെന്ന് ഈ ലൈൻസ് ഉണ്ടല്ലോ ക്രീസിന്റെ അവിടെയൊന്നും ഇങ്ങനെ ഒരുപാട് അന്ന് എക്സസ് ആവാതെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാൽ മതി. അന്ന് ആ ടൈം മുതൽ ഇപ്പം വരെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ സാധനം ഇതുവരെയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ധാരാളമാണ്. നല്ലൊരു മോയ്സ്ചറൈസേഷനും കിട്ടും. അടിപൊളിയായിട്ടുള്ള ഭയങ്കര വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 2025 മുതലെങ്കിലും ഞാൻ ബോഡിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങണം. ഞാൻ ബോഡി ലോഷൻസ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ സൺസ്ക്രീൻസ് വളരെ കുറവാണ് റീഅപ്ലൈ ചെയ്യുന്നത്. സോ അപ്പോൾ എനിക്ക് ഈ ക്രീം വാരി എവിടെയെങ്കിലും തേച്ച് പഠിക്കുമ്പോൾ പൊടിയൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ സ്പ്രേ വാങ്ങിച്ചു. ഇത് ഇൻവിഷീൽഡ് 365 സൺസ്ക്രീൻ ആണ്. SPF 80 ഉള്ള ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. ആൻഡ് ഗൈസ്, ഓയിലി സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മുഖത്തല്ല ബോഡിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഓയിലി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലോ വരും സ്കിന്നിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ബോഡിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോയും വരും, എനിക്ക് നല്ല ഹൈഡ്രേഷനും കിട്ടും. അപ്പം എനിക്കൊരു ബോഡി ലോഷനെക്കാളും ഞാൻ കൂടുതലും ഇപ്പം ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ് ഈ ഒരു സാധനം. എനിക്കറിയാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോറി ഗൈസ്, ഐ എം റിയലി സോറി. ഓക്കെ, അണ്ടർ ആംസ് റോൾ ഓൺസ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇവൻ ടോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് അണ്ടർ ആം മിസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉരയ്ക്കുന്നേക്കാളും ഇങ്ങനെ എടുത്ത് 2 അടി അടിച്ചു കൊടുത്താൽ മതി, സ്പ്രേ ഒക്കെ അടിക്കണ പോലെ. സോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 7% ഗ്ലൈക്കോലിക് ആസിഡ്, 3% ലാക്റ്റിക് ആസിഡ്. സോ ഇതൊക്കെ വരണോണ്ട് തന്നെ ഗൈസ് നിങ്ങൾക്ക് ഡിസ്കളറേഷൻ ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക്, എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ PCOD PCOS ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പീരീഡ്സ് ആവണം ഭയങ്കര ഇറഗുലർ ആണ്. ചില സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് ആവും, പക്ഷെ
കുറച്ച് 2-3 മാസമായിട്ട് ഞാൻ പിടിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അവൻ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ ഒരു പ്രശ്നമില്ല, എൻ്റെ യൂട്രസ് ഇങ്ങനെ ഇരിക്കുക മുട്ടയും കൊണ്ട്, ഒരു കാരണവശാലും ഞാൻ പൊട്ടൂലടി എന്നും പറഞ്ഞിരിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഡോക്ടറിനെ കൊണ്ട് കഴിയും, ഡോക്ടർ കഴിക്കും ഒരു പ്രശ്നമില്ല, സ്ട്രെസ് ഉണ്ട്. പക്ഷെ ചില സമയത്ത് എനിക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത സമയത്തും എനിക്ക് പീരിയഡ്സ് ആവാറില്ല. 15 ദിവസം 20 ദിവസം ചില മാസം 1 മാസം പീരിയഡ്സ് അല്ല. അപ്പം ഞാൻ വിചാരിക്കും എന്നും ഇങ്ങനെയാണെങ്കിൽ കൊള്ളായിരുന്നു, ഇത് മറ്റേ കൊതിപ്പിക്കൊക്കെ ഈ മാസം പീരിയഡ്സ് ആവില്ല, അപ്പം വയറുവേദനയൊന്നുമില്ല. പക്ഷേ ഈ പീരിയഡ്സ് ആവാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൈവേദന, കാലുവേദന, നടുകഴപ്പ്, ഭയങ്കര ക്ഷീണം, മൂഡ് സ്വിങ്സ്, ടെൻഷനേക്കാളും മൂഡ് സ്വിങ്സ്, സങ്കടം, ഇമോഷണലി ഡ്രെയിൻഡ് ആവുക, എവിടെയെങ്കിലും പോയി കുറച്ച് കരയുക, എന്നിട്ട് പിന്നെ സൈക്കോളൊക്കെ കണക്കിട്ട് ചിരിച്ചോണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പൊട്ടി ചിരിച്ചോണ്ട് നടക്കുക, അങ്ങനത്തെയൊക്കെ ഭ്രാന്ത് എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് എൻ്റെ അണ്ടർ ആംസിലൊക്കെ നല്ല രീതിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അറിയാണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് മാറ്റി ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾ വാങ്ങിച്ചോ, കാരണം നല്ല ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരാണ്, അണ്ടർ ആംസിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. നെക്സ്റ്റ് മേക്കപ്പ് ബ്രഷാണ്. ഇത് PSC എന്ന് പറഞ്ഞ ബ്രാൻഡ് എവറിഡേ ഗ്ലാം മേക്കപ്പ് ബ്രഷാണ്. നിങ്ങൾക്ക് ഡെയിലി, അതായത് നിങ്ങൾ ഒരു മേക്കപ്പ് ബ്രഷ് നിങ്ങൾ വാങ്ങാറുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചോ. ഇതിനകത്ത് വേറെ 2-3 ബ്രഷസ് കൂടെ ഉണ്ട്, അത് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. വേറെ ബ്രഷസ് ഞാൻ ഫോട്ടോസ് എല്ലാം കൊടുത്തേക്കാം. സോ ഈ ബ്രഷ് ഭയങ്കര ബർത്താണ്. നമ്മുടെ ഐബ്രോ ഉണ്ട് ഇതിനകത്ത്, കൺസീലർ ബ്രഷ് ഉണ്ട്, ഐ ഷാഡോ ബ്രഷ് ഉണ്ട്, 10 ബ്രഷാണ്. ബ്രഷ് വരണുണ്ട്, പൗഡർ ബ്ലഷ് വരുന്നുണ്ട്, ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, കോണ്ടൂർ, കൺസീലർ, അങ്ങനെ പല ബ്രഷസും വരുന്നുണ്ട്. ഭയങ്കര ബർത്താണ്. നിങ്ങൾ ഈ ഒരു ബ്രഷ് മതി. പിന്നെ ഒരു ബ്രഷ് 4-5 കൊല്ലമൊന്നും യൂസ് ചെയ്യാതിരിക്കുക, എല്ലാത്തിനും എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഒരു ബ്രഷ് ഒരു മാക്സിമം 2-2.5 ഇയേഴ്സ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. യൂസ് ചെയ്യണ കാലത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു ബ്രഷ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ എവറിഡേ ഗ്ലാം ബ്രഷ് ഉണ്ട്, ആ പൗച്ച് കൂടെ വരണുണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര വർത്താണ്. നെക്സ്റ്റ്, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, കോസ്റ്റ് ഡെർമേയുടെ നാച്ചുറൽ ജെല്ലി മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം കണ്ട ഇത്രയായി ഭയങ്കര ബർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും, സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാം, ആ ഡൾനെസ് ഒക്കെ മാറ്റാൻ അടിപൊളിയാണ്. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിനൊന്ന് കാം ചെയ്യും, റെഡ്നെസ്, ഫേസിൽ റെഡ്നെസ്, ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കാം ചെയ്യുന്ന ഒരു ജെല്ലി മാസ്ക്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാവർക്കും ഇട്ട് കൊടുക്കണം അത്. സോ ഭയങ്കര ബർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്, അത് ഭയങ്കര സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണർ. ഇത് പ്ലമ്മിന്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ് സിൽക്ക് സ്ട്രെങ്തനിങ് ഷാമ്പൂ ആണ്, ആൻഡ് ഇത് കണ്ടീഷണറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ മണമാണ്. എനിക്ക് ഈ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഈ തേങ്ങ ബൗണ്ടി മുട്ടായൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ തേങ്ങ എന്നൊക്കെ പറയാനും എനിക്ക് ഇഷ്ടമാണ്, തേങ്ങാക്കൊല എന്ന് പറയാനും എനിക്ക് ഇഷ്ടമാണ്. സോ ഇതിൻ്റെ ഇതാണ് ഞാൻ എൻ്റെ ഷാമ്പൂ സ്റ്റിൽ ഐ ഹാവ്, പക്ഷെ കണ്ടീഷണർ ഞാൻ ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചാണ്. തുറന്നിട്ടില്ല, 2-3 ദിവസമായതേ ഉള്ളൂ വന്നിട്ട്. കാരണം കണ്ടീഷണറാണ് പെട്ടെന്ന് തീരണത്, ഷാമ്പൂ അങ്ങനെ പെട്ടെന്ന് തീരില്ല. കാരണം ഷാമ്പൂ നമ്മളിങ്ങനെ എടുത്തിട്ട് പതച്ചങ്ങ് തേക്കുകയല്ലേ ചെയ്യണം. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഡയറക്റ്റ് എടുത്ത് കുറേ ഇങ്ങനെ തേച്ച് മുടി സ്മൂത്ത് ആവാൻ, സിൽക്കി ആകാൻ, മസാജ് ചെയ്ത് അതുകൊണ്ട് കണ്ടീഷണർ പെട്ടെന്ന് തീർന്നു പോകും. സോ ഇതാണ്, നിങ്ങൾക്ക് ബ്രേക്കേജ് കുറയും, നിങ്ങളുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കും. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഇത് അടിപൊളിയാണ്. പിന്നെ പറയാനുള്ള കാര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്കും ചേച്ചി ട്രീറ്റഡ് ഹെയർ അല്ലേ, വേറെ ഷാമ്പൂ കണ്ടീഷണറല്ലേ യൂസ് ചെയ്യണത്? ഞാൻ അങ്ങനെയല്ല ഗൈസ്, ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യണത്. ഞാൻ അങ്ങനെ, അതായത് നമ്മളെ ഈ സാധനമൊക്കെ മതി, ലവ് ബ്യൂട്ടി, ഒരു ലോറിയൽ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്കിത് വർത്തായിട്ട് തോന്നി. കാരണം എനിക്കിത് യൂസ് ചെയ്യുമ്പോഴേ എൻ്റെ മുടി പെട്ടെന്ന് ചുരുളാണൊക്കെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സോ സൾഫേറ്റ് ഇല്ലാതിരുന്ന മതി, അത്രേ ഉള്ളൂതാ. ഈ സാധനമാണ് എൻ്റെ ഈ വർഷത്തെ എൻ്റെ ഹെയർ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ പ്ലമ്മിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. നെക്സ്റ്റ്, ഞാൻ ഹെയർ സിറംസ് യൂസ് ചെയ്യാൻ വളരെ കുറവാണ്, ബിക്കോസ് ഞാൻ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണ്, എൻ്റെ സ്മൂത്ത് ആയിട്ടാണ് കിടക്കണത്, നല്ല ഭംഗിക്കാണ് മുടി കിടക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കൊതി കാരണം ഞാൻ വാങ്ങിച്ചാണ് ഈ ലാഡോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു വണ്ടർഫുൾ ഹെയർ സിറം. ലാഡോറിൻ്റെ ഞാനൊരു ബിയർ ഷാമ്പൂ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, റെഡ്. ഞാനൊരു വ്ളോഗിൽ ഇട്ടുണ്ട്, കാർത്തികയുടെ ഒരു മിനി വ്ളോഗിൽ ഞാൻ കുളിക്കണേൽ. ആ ഷാമ്പൂ ഭയങ്കര അടിപൊളിയാണ്, നൈസാണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാൻ ഇനി അത് വാങ്ങാൻ പോകില്ല, കാരണം ഇത് വാങ്ങിച്ചു, ട്രൈ ചെയ്തു, എനിക്ക് കൊള്ളാം. പക്ഷെ എനിക്ക് ഇതൊക്കെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യാനല്ലേ മിക്കത് വാങ്ങണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ച് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പൊ അതിന് ശേഷം ഞാൻ അവരുടെ ഒരു ഹെയർ സിറം വാങ്ങിച്ചു. പൊന്നു ഗൈസ്, എൻ്റെ ഒരു 2 പമ്പ് മതി. എൻ്റെ മുടി ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ കുളിക്കാത്ത ദിവസങ്ങളുണ്ട്, എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പനിയായിട്ട് ഞാൻ 10-12 ദിവസം എൻ്റെ തല തൊട്ടിട്ടേ ഇല്ല, തലയിൽ വെള്ളം നനച്ചിട്ടില്ല. അപ്പൊ ആ സമയത്തൊക്കെ മുടി ഡ്രൈ അല്ല ഗൈസ്, പക്ഷേ ഒരു മെനയില്ല
വെച്ചാൽ എന്തോ ഒരു വല്ല ക്ഷീണിച്ച് ഡള്ളായിട്ട് കിടന്ന സമയത്ത് ഡൾ ദാറ്റ് ദ വേർഡ് ഈസ് ഡൾനെസ്. ആ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ മണവും അതും ഭയങ്കര അടിപൊളിയാണ്. സോ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. നിങ്ങൾ പൈസ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോ, വർത്താണ്, ചുമ്മാ നഷ്ടം വരില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, ഞാൻ കൈയും കാലും ഷേവ് ചെയ്യണ സമയത്ത് എനിക്ക് സ്കിന്നിൽ റെഡ്നെസ് വരാറുണ്ട്, എനിക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യണതാണ് ഈ ഫിസിയോജെല്ലിന്റെ ഹൈപ്പോ അലർജനിക് കാമിംഗ് ബോഡി ലോഷൻ. ആൻഡ് ബോഡി ലോഷൻ എന്നിട്ടേക്കണം, അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ. റെഡ്നെസ് ഉണ്ടോ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചേനത്തണ്ടം കടിച്ചാൽ ഞങ്ങൾ ഇരിക്കും, അത് ചെത്തി പറിച്ച കണക്കിരിക്കും. സ്കിൻ ഇങ്ങനെ ചെത്തി എടുത്ത കണക്ക് ഭയങ്കര ചൊറിച്ചിലുമാണ്, ഭയങ്കര ഇറിറ്റേഷനാണ്. ആ സമയത്ത് എൻ്റെ തീർന്നു ഏകദേശം ഇല്ല, വളരെ തോന്നുന്നു. എനിക്കൊന്ന് കുറച്ചാണ് ഞെക്കി പിടിച്ച് അറുത്തൊക്കെ എടുത്ത് അകത്തൊക്കെ തോണ്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇത് ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇൻകേസ് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ട് വീഴാനോ താടി ഇവിടെയൊക്കെ ഷേവ് ചെയ്യുന്ന സമയത്തോ മീശയൊക്കെ ഷേവ് ചെയ്യുന്ന സമയത്തോ ഇൻകേസ് നമ്മുടെ ഫേസിലായാൽ പോലും ഷേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ ഭയങ്കര വർത്താണ്. ബോഡി ലോഷൻ ഷേവ് ചെയ്തിട്ടുള്ള 2 ദിവസം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ആൻഡ് നെക്സ്റ്റ് ഗൈസ്, എൻ്റെ 2 ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഒന്ന് രണ്ട് വിഷ് കെയറിന്റെ തന്നെ. ഒന്നെന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന്, ഒന്നൊന്നാണ് ഡ്രൈ സ്കിന്നിനാണ്. ഇത് ഡ്രൈ സ്കിന്നുള്ളതാണ്. അത് ബേരിയർ അടിച്ചു പോയിട്ടുള്ള ആൾക്കാർക്കാണ്. 3:1:1 ആണ് ക്രീം. ആൻഡ് ഇതിനകത്ത് സെറാമൈഡ്സ് വരുന്നുണ്ട്, കൊളസ്ട്രോൾ ലിപ്പിഡ്സ് വരുന്നുണ്ട്, മഗ് മ്യൂസിൻ വരുന്നുണ്ട്. മോയ്സ്ചറൈസർ റിപ്പയർ ചെയ്യും, കാം ചെയ്യും, നോൺ കോമിഡിജനിക് ആണ്. കുഞ്ഞാത്തത് കോമിഡോൺസ് ഒന്നും വരത്തില്ല, സ്പോർട്സ് ക്ലോക്ക് ആകത്തില്ല. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, ഡ്രൈ സ്കിൻ ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നോക്കി കിടക്കണമെങ്കിൽ വിഷ് കെയറിന്റെ എടുത്തോ. ഇല്ല നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, ഇതിന്റെ ഒരു സൺസ്ക്രീൻ അറിയാലോ ഗൈസ്, അത് തന്നെ ഭയങ്കര വർത്ത് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. കാരണം എൻ്റെ ഇവിടെ അമ്മയ്ക്കൊക്കെ ഞാൻ ടിൻഡർ സൺസ്ക്രീൻ എടുക്കുക, അമ്മ പറയുമ്പോൾ പെയിന്റ് ചെയ്യുന്നെന്ന് പറയും. പക്ഷെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഞാൻ വിഷ് കെയറിന്റെയും ഡോക്ടർ ഷെത്ത് ഡെർമാക്കൊക്കെയാണ് കൊടുക്കണം. അപ്പൊ അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് നയാസിനമൈഡ് സിങ്ക് വരുന്നുണ്ട്, പിന്നെ ഇത് സിക്ക PDRN വരുന്നുണ്ട്. ആൻഡ് ഈ നയാസിനമൈഡ് വരുമ്പം തന്നെ നമ്മുടെ ഓയിലും കൺട്രോൾ ചെയ്യും, നമ്മുടെ റെഡ്നെസ് മാറും. ആ ഒരു ആക്നെ പ്രോൺ സ്കിന്നുകൾക്ക് ബെസ്റ്റ് ആണ്. സോ ഓക്കെ, എല്ലാം കാണിച്ചല്ലോ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഈ 2025 കൂടുതൽ യൂസ് ചെയ്യാൻ ഭയങ്കര വർത്ത് ആയിട്ട് തോന്നി. നമുക്കിങ്ങനെ ഓ മൈ ഗോഡ് എന്ന് നമുക്ക് തോന്നൂലേ, അങ്ങനത്തെ പ്രോഡക്റ്റ്സുകളാണ് ഇതെല്ലാം. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ പ്രോഡക്ട്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകൾ കൊടുത്തേക്കാം. മാക്സിമം ഇതിൽ നിന്ന് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ മാക്സിമം നൈക്ക, ടിര, മിന്ത്ര അതൊക്കെ തന്നെ നോക്കുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ചെക്ക് ചെയ്ത് നോക്കുക. ബൈ ബൈ.